മാസപ്പടി കേസിൽ CMRLനും അതുപോലെ ടി വീണയ്ക്കും നിർണായക ദിവസമാണ്. ED അന്വേഷണം തള്ളണമെന്ന CMRLന്റെ അപ്പീലിൽ ഹൈക്കോടതി ഇന്നാണ് വിധി പറയുക എന്ന് നമുക്കറിയാം. അതേസമയം കേസിൽ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ഉന്നതതല യോഗം ഇന്ന് ചേരും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിന് ശേഷം അടങ്ങിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് തുടർ നീക്കവും ഇന്നുണ്ടാകും. ED ഡയറക്ടർ കൊച്ചിയിലെത്തിയെന്നാണ് സൂചന. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ EDയെ വല്ലാതെ അലോസരപ്പെടുത്തി എന്തായാലും സഹാക്കൾ ചെയ്ത നടപടികൾ, അതുമായി അവർ മുന്നോട്ട് പോകുന്നതെന്നാണ് വിവരം. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ഈ CMRL കേസിൽ നിന്ന്? വെരി ഗുഡ് മോർണിംഗ്. CMRL എക്സാലോജിക് ഇടപാടിൽ ഇന്ന് അതിനിർണായകമായ ദിവസമാണ്. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CMRL നൽകിയിട്ടുള്ള അപ്പീൽ ഹർജി ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയുകയാണ്. ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെ ബെഞ്ച് 10:30 അതിൽ വിധി പറയും. അത് അനുകൂലമാണെങ്കിൽ തുടർ നീക്കങ്ങൾ അടിയന്തരമായി നടത്താനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. CMRL മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വാദം ഒന്ന്, ഈ EDക്ക് ഇത് അന്വേഷിക്കുന്നതിന്റെ അധികാര പരിധിയില്ല. SFIO കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ, SFIO റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം EDക്ക് ഇത് അന്വേഷിക്കാൻ പറ്റില്ല തുടങ്ങിയ കാര്യങ്ങളാണ് സുപ്രീം കോടതി അഭിഭാഷകൻ സിദ്ധാർത്ഥ ലൂത്ര ഹൈക്കോടതിയിൽ ഹാജരായി CMRLന് വേണ്ടി പറഞ്ഞത്. ED ആകട്ടെ ഇത് തങ്ങളുടെ അധികാര പരിധിയിലുള്ള വിഷയമാണ്. ഇതിൽ ECIR രജിസ്റ്റർ ചെയ്തത് കള്ളപ്പണം വെളുപ്പിക്കൽ ആക്ട്, അതായത് PMLA ആക്ട് പ്രകാരമാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യതയാണ് തുടങ്ങിയ വാദങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് കോടതി തീരുമാനമെടുക്കും. അന്വേഷണം നടത്താമെന്ന ഉത്തരവാണെങ്കിൽ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കാനുള്ള നീക്കത്തിലേക്ക് ED പോകും. പ്രത്യേകിച്ച് വീണ ടിക്ക് നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിലേക്ക് അടക്കം ED പോകും. ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ED ഈ കാണുന്ന കൊച്ചിയിലെ ആസ്ഥാനത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേക സാഹചര്യം ഒന്ന്, ഈ ED ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ആക്രമണമാണ്. അതിൽ കൃത്യമായ പ്രതിഷേധം EDക്കുണ്ട്. അതിൽ CBI അന്വേഷണം വേണമോ അല്ലെങ്കിൽ ഈ നിലവിലുള്ള അന്വേഷണം എങ്ങനെ പോകണം, കക്ഷി ചേരണമോ എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാകും. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ CMRL കേസാണ്. കേസിന്റെ തുടർ നടപടികൾ ആലോചിക്കാനും വേണ്ടിയിട്ടാണ് ഇന്ന് ഉന്നതതല യോഗം ചേരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്, അതോടൊപ്പം തന്നെ ED അന്വേഷിക്കുന്ന മറ്റ് കേസുകൾ, കൊച്ചി യൂണിറ്റ് അന്വേഷിക്കുന്ന മറ്റ് കേസുകളിലുമൊക്കെ ഒരു കൂടിയാലോചനകൾ ഇന്നുണ്ടാകും. ഈ വിധി വന്ന ശേഷമായിരിക്കും യോഗത്തിലെ തീരുമാനങ്ങളൊക്കെ പുറത്തേക്ക് വരിക. വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് ഇന്ന് വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.